ഇതുപോലൊരു വ്യത്യസ്തമായ സ്കൂള് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗേൾസ് സ്കൂളിൽ പരീക്ഷയ്ക്ക് വാങ്ങുന്ന മാർക്ക് നോക്കി റാങ്ക് കൊടുക്കാതെ പെൺകുട്ടികളുടെ സൗന്ദര്യം നോക്കിയാണ് റാങ്ക് നൽകിയിരുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായി തന്നെ പെൺകുട്ടികളുടെ സൗന്ദര്യം അനുസരിച്ച് റാങ്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ടോപ്പ് 10ൽ വരുന്നവരെ ആ സ്കൂള് വളരെ സ്പെഷ്യലായി ട്രീറ്റ് ചെയ്യും. വെറും സ്പെഷ്യൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, റാണിയെ പോലെ ട്രീറ്റ് ചെയ്യും. ഭക്ഷണവും താമസവും തുടങ്ങി എല്ലാ ചെലവുകളും സ്കൂള് തന്നെ നോക്കും. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന ഓരോ പെൺകുട്ടികളും ആ ടോപ്പ് 10ൽ വരുന്നതിനു വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പുതിയ പെൺകുട്ടി ആ സ്കൂളിലേക്ക് വന്നു ചേരുന്നു. ആ പെണ്ണ് വന്ന ദിവസം തന്നെ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ള പെൺകുട്ടിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. സോ ആ പെൺകുട്ടിയാകട്ടെ പുതുതായി വന്ന പെൺകുട്ടിയുടെ മുഖത്തെ ചെറിയൊരു മറുക് കണ്ട് ഇവളെ കൊണ്ട് നമുക്കേതായാലും പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് വെച്ച് അവളുടെ കൂടെ ഇടപഴകാൻ തുടങ്ങി. സോ ആ ഒരു വിശ്വാസത്തിൽ ആ പെൺകുട്ടിയോട് ആ സ്കൂളിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് അവളോടൊപ്പം ചേരുന്നു. പക്ഷെ എന്തു പറയാൻ പറ്റും, അവളുടെ കഷ്ടകാലാണെന്ന് തോന്നുന്നു. പുതുതായിട്ട് വന്ന പെൺകുട്ടി നേരെ 11th റാങ്കിലാണുള്ളത്. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോഴേക്കും 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു മുഖക്കുരു വന്നിരിക്കുന്നു. സോ ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് അവളെ 11ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്നു. 11ാം സ്ഥാനത്തുണ്ടായിരുന്ന പുതിയ കുട്ടി 10ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ 10ാം സ്ഥാനത്ത് വന്നതോടെ ആ പെൺകുട്ടി കോളേജിലെ ആ സ്പെഷ്യൽ വില്ലയിലേക്ക് എത്തുന്നു. പാവം പഴയ പെൺകുട്ടി അവള് തന്റെ സൗന്ദര്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുതിയ പെൺകുട്ടിയോട് തന്റെ വിഷമങ്ങൾ പറയുകയാണ്. അവളുടെ വിഷമം കണ്ട് പുതിയ പെൺകുട്ടി അവൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. നീ വീണ്ടും 10ാം സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിന്റെ സൗന്ദര്യം തിരിച്ചു വരുമൊന്നും വേണ്ട. ഓൾറെഡി 10 സ്ഥാനത്തുള്ളവരിൽ ആർക്കെങ്കിലും ഒരു സൗന്ദര്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് 10ാം സ്ഥാനത്തേക്ക് വന്നോളും. അത് കേട്ട ഉടനെ തന്നെ അവളുടെ കുശാഗ്ര ബുദ്ധി പ്രവർത്തിച്ചു. ഐഡിയ കൊടുത്ത പെൺകുട്ടിയെ തന്നെ അവൾ ഊഞ്ഞാലിൽ നിന്ന് തള്ളി താഴെയിട്ട് അവളുടെ മോന്തയും റാങ്കും മോഞ്ചിക്കുന്നു.